എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പെക്കാഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടൊരു ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് നല്ല പറയേണ്ടത്, നമ്മളൊരു ക്ലബ്ബ് ഇവിടെ തുടങ്ങിയിരുന്നു. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, CMMC കനേഡിയൻ മലയാളി മോട്ടോർ ബൈക്ക് ക്ലബ്ബ്. അത് ഓൾമോസ്റ്റ് 1 year ആയി. നമ്മളൊരു 7-8 പേര് തുടങ്ങിയ ക്ലബ്ബ് ഇപ്പോൾ അറൗണ്ട് ഒരു 70 മെമ്പേഴ്സിൻ്റെ അടുത്ത് മേളിലായി. നമ്മൾ ഇന്നൊരു ഗ്രൂപ്പ് റൈഡുകൾ എല്ലാ ആഴ്ചയിലും ഡെയിലി ഓൾമോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിലും ഇന്ന് പോകുന്നത് ഒരു ദിവസം സ്റ്റേ ഓവർ ചെയ്ത് നമ്മൾ ലെങ്തി റൈഡായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 31 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കാണാനും മീറ്റ് ചെയ്യാനും കൊറോണയൊക്കെ കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് എല്ലാ പരിപാടികളൊക്കെ ചെയ്യാൻ ഉള്ള അവസരം കിട്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഹൺസ്വില്ലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുള്ള തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൺ ദ വേ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത്രയും വണ്ടികൾ വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. അനീഷ് ചേട്ടൻ്റെ വണ്ടിയാണ് കേരള 11, അതുപോലെ ബോബൻ ചേട്ടൻ്റെ വണ്ടിയാണ് കൊച്ചി 1. ഇതാണ് ക്ലബിൻ്റെ പുതിയ ലോഗോ. ഷർട്ട് ഉണ്ട് ബേബാന്. ടോവിന് ഞാൻ തോന്നുന്നു, ടോവിനെ അല്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യണം. അതിനു മുമ്പ് ചെറിയൊരു സേഫ്റ്റി, നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത്. എക്സൈറ്റഡ് ആണെന്ന് അറിയാം ഇന്നത്തെ ട്രിപ്പിന് വേണ്ടിയുള്ളത്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രോപ്പറായിട്ട്, ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു, നമ്മൾ ഗ്രൂപ്പിലത് ഇട്ടിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ 6 ആയിട്ടാണ് പോകുന്നത്. അത് ബ്ലോക്കിംഗ് പൊസിഷൻ്റെ അനുസരിച്ചാണ് 6 ആയിട്ട് നിൽക്കുന്നത്. ബ്ലോക്കിംഗ് പൊസിഷൻ മാറുന്ന അനുസരിച്ച് അത് മാറും. അതുപോലെ തന്നെ കോർണറിങ് വരുമ്പം ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കരുത്. ഇത്രയും സ്പേസ് തന്നെ ആ ഫസ്റ്റ് റൈഡറിന് കൊടുത്ത് അങ്ങനെ നിങ്ങളെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇത് കൂടുതൽ വലിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ സമയം പോകും. ഓക്കെ, ഇനിയുള്ള മെയിനായിട്ടുള്ള ഹാൻഡ് സിഗ്നൽസ് ആണ്. ഇത് റൈറ്റ് ഹാൻഡ് എടുക്കുന്നതിന്, ഇത് ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്നതിന് സിംഗിൾ പൈൽ, 2 ലൈൻ, സ്റ്റോപ്പ് ആക്കുന്നത്, സ്ലോ ഡൗൺ ആക്കുന്നത്. ഒന്നുകൂടെ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ്, സ്റ്റോപ്പ്, സ്ലോ ഡൗൺ, സിംഗിൾ പൈൽ ആകുന്നത്, സെക്കൻഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈക്കിൾ പോവുക, അല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലും കിടക്കുക, അങ്ങനെ എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾസ് എന്തെങ്കിലും കിടക്കുന്നുണ്ടാണ് നമ്മൾ മെയിനായിട്ട് സിംഗിൾ ലൈൻ ആകുന്നത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഒബ്സർവ് ചെയ്യണം എന്താണ് ഫ്രണ്ടിലത്തെ റൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങൾ മാറുക. ഓക്കെ, ബേസിക്കലി കോൺസെൻട്രേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ നമ്മൾ ഒരു ലൈൻ്റെ അകത്ത് തന്നെ നിന്ന് പൊസിഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലെഫ്റ്റിലേക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ളവർ മാറും. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കാണ് മാറുന്നതെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക, മാറുക. ഇൻ കേസ് ഇതിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒബ്സ്റ്റിക്കിൾസ് വഴി കിടക്കുന്നവർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അതിങ്ങനെയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. എന്നും പറഞ്ഞാൽ ഹാൻഡ് സിഗ്നൽസ് പറ്റുന്ന സാഹചര്യത്തിൽ ചെയ്യുക. അപ്പം എല്ലായിടത്തും ചെയ്യണമെന്ന് ഇപ്പോൾ ചിലപ്പം ബ്രേക്കാണ് മെയിൻ പ്രയോറിറ്റി. ഗിയർ ഡൗൺ ചെയ്യാൻ അതാണ് പ്രയോറിറ്റി. ഹാൻഡ് സിഗ്നൽസ് കാണിക്കാൻ പോയി ഇത് വിട്ടുപോകരുത്. ഓക്കെ, ഓൾ ദ സ്റ്റോപ്പ് എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റൈഡർ അവിടെ നിൽക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് റൈഡർ കയറി ബ്ലോക്ക് ചെയ്യും. ബ്ലോക്കിംഗ് പോസ്റ്റിൽ കയറി നിന്നിട്ട് ബാക്കിയുള്ളവരെ പാസ് ചെയ്യും. ടൈം കുറച്ച് സേവ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ രണ്ട് പേര് വെച്ച് ബ്ലോക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ടൈം കുറേ എടുക്കും.
ഇത് 4 വേസിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. വല്ല ഹൈവേയിലും കയറി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കമ്പനിക്ക് ഉത്തരവാദിത്തമല്ല, നേരത്തെ പറയാം. ഓക്കെ, വേറെ ഒന്നും ഇല്ല, 4 വേസിൽ മാത്രം. ഒന്നുകൂടെ പറയുകയാണ്, 4 വേസിൽ മാത്രം. സെക്കൻഡ് ആൻഡ് തേർഡ് ഇതും കൺഫ്യൂസ്ഡ് ആവില്ല. സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് കയറി നിൽക്കുന്നത്. എണ്ണം അറിയത്തില്ല, ഒന്നും പറയില്ല ആ സമയത്ത്. ഓക്കെ, കയറിയ ബ്ലോക്കിംഗ് പൊസിഷൻ ഇരിക്കുക, ബാക്കിയുള്ളവർ കയറി പോവുക. ഇത് റൊട്ടേഷന് വരും. ആ സെക്കൻഡും തേർഡ് എന്ന റൊട്ടേഷന് ബാക്കിൽ വന്ന് അങ്ങനെയാണ് പോകുന്നത്. 2 ഗ്രൂപ്പാണ്. നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞ പോലെ തന്നെ 2 ഗ്രൂപ്പായിട്ടാണ് ഇവിടുന്ന് ബാരിക്ക് പോകുന്നത്. നമ്പേഴ്സ് ഇപ്പം എത്ര ഉണ്ട് ചേട്ടാ? അത് നോക്കാം. അതുപോലെ തന്നെ എമർജൻസിക്കുള്ള കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. ആരും പുഷ് ചെയ്യുന്നില്ല. റൈഡ് ചെയ്യുന്നതിന് ഗ്യാസ് എല്ലാ സ്റ്റോപ്പിലും ഗ്യാസ് ഫില്ല് ചെയ്യണം. ഞാൻ അപ്പുറത്ത് അടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എല്ലാവരും ഫില്ല് ചെയ്യണം. 45 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. കറക്റ്റ് 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റാണ്, 6 മണിക്കൂർ റൈഡാണ്. എന്നാലും നമുക്ക് മാക്സിമം ഈ ടൈം ഫ്രെയിമിൽ തന്നെ തീർക്കണം. പക്ഷെ ആരും പുഷ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാനോ, ഒന്ന് ഹോൺ അടിക്കുകയോ അല്ലെങ്കിൽ പുൾ ഓവർ ചെയ്യുക. നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം പോകാവുന്നതാണ്. അടുത്ത എല്ലാ സ്റ്റോപ്പിലും മസ്റ്റായിട്ട് കഴിക്കണം. എൻ്റെ വണ്ടിക്ക് മൈലേജ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് മൈലേജ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ 4 സ്റ്റോപ്പ് ഇട്ടേക്കുന്നത്. ഗ്യാസ് ഫില്ല് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ടയർഡ് ആണെങ്കിൽ അനൂപ് മാറി ഓടിക്കും. അതെ, ടയർഡ് ആണെങ്കിൽ നമ്മുടെ വണ്ടിയിലും വണ്ടി ഓടിക്കാൻ ആൾക്കാരുണ്ട്. അതെ, വണ്ടി ഓടിക്കാൻ വണ്ടി മാറി ഓടിക്കാൻ ആളുണ്ട്. എന്തായാലും ഓക്കെ, ക്ഷീണം ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ട് ഓടിക്കരുത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അതുപോലെ തന്നെ ബോവൻ ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്നത് ബോവൻ ചേട്ടനാണ്. അപ്പം ഫ്ലാഗ് ഓഫിന്റെ നമ്മള് ഒഫീഷ്യൽ ലോഗോയും ടീഷർട്ടും എല്ലാം ഇതായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ റൈഡറാണ് ബോവൻ ചേട്ടൻ. അത് ഉപഹാരം കൈമാറുന്നത്. അത് തന്നെ ടീഷർട്ടിന്റെ റിലീസുമാണ് ഇത്. ഒഫീഷ്യലി കാണിച്ചില്ല ബാബാ. ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കരുത്. എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. മുന്നേ പോകുന്ന റൈഡറിനെ ഒബ്സർവ് ചെയ്യണം, എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ഇത്രയും പേര് പോകുന്നതാണ്, ഇത്രയും വലിയ ഗ്രൂപ്പാണ്. അപ്പം മര്യാദയ്ക്ക് നമ്മളത് ഇൻസ്ട്രക്ട് ചെയ്ത് പോയില്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എന്തായാലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഫസ്റ്റ് തിങ്, സോറി പറയാൻ വിട്ടുപോയി, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓവർ ഡിസ്റ്റൻസ് ആവുകയും ചെയ്യരുത്. ഒരു ബേസിക് ഒരു ഒബ്സർവേഷൻ വെച്ചാണ് നമ്മളത് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അത് തന്നെ ബ്ലോക്കിംഗ് പൊസിഷൻ എന്തായാലും വേണം. നമുക്ക് കയറാൻ തോന്നില്ല, ബ്ലോക്കിംഗ് പൊസിഷനാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഭാര്യ വരെ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ട്രിപ്പ് മെയിനായിട്ട് സ്പോൺസർ ചെയ്യുന്നത് ബോബൻ ചേട്ടനാണ്. ട്രിനിറ്റി ഓട്ടോയും മിസ്റ്റിഷി ഓഫ് വീലിലുള്ള ഷോറൂമും കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ആവശ്യങ്ങൾക്കെല്ലാം ബോബൻ ചേട്ടനെല്ലാം നമ്മൾ അറിഞ്ഞ് സഹായിച്ച മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും തിരിച്ചതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാം, നമ്മൾ ഗ്രൂപ്പുകളാണ്, എല്ലാവർക്കും പേഴ്സണാലിറ്റി എല്ലാവരും ട്രിപ്പിൾ ചെയ്യാം. പിന്നെ അടുത്തിന് ഫ്ലാഗ് ബോവൻ പഴയ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. പുലിയായിരുന്നു. പഴയ റാലി അല്ല ഞാനും പീറ്ററും കൂടി ഞങ്ങൾ രണ്ടുപേരും നാട്ടില് റേസ് പ്രൊഫഷണലായിട്ട് ഓടിച്ചോണ്ടിരുന്ന മഡ് റേസ് റാലി ഓടിച്ചോണ്ടിരുന്ന പീറ്റർ വിനോയുടെ ചേട്ടനുണ്ട്. പുള്ളി ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്നത് റാലി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 90s ഓടിച്ചിരുന്നതാണ്. ഇതുപോലെ തന്നെ ഞങ്ങളും മൂന്നാർ, ബാംഗ്ലൂർ, മൈസൂർ ഒരു 10 വണ്ടിയൊക്കെ പോയിട്ട് റോഡിലേക്ക് കിടന്നുറങ്ങി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇത് എനിക്ക് ഇഷ്ടമായിരുന്നു. എന്തായാലും എനിക്ക് ടൈം കിട്ടിയില്ല. ലാസ്റ്റ് ഇയർ ഞാൻ M1 എടുത്ത് പിന്നെ പോകാൻ പറ്റിയില്ല. ഈ വർഷം എടുക്കണമെന്ന് തോന്നി, പോകാൻ പറ്റിയില്ല. അടുത്ത വർഷം നിങ്ങളുടെ കൂടെ വരാം. അടുത്ത വർഷം വന്നില്ലേ ഞങ്ങള് ഗ്രൂപ്പിന്റെ അടുത്ത് എല്ലാവരും സേഫായിട്ട് എല്ലാവരും ഓടിക്കുക. ഇത് ഒരു ഫണ്ണാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. കൂടുതൽ പലർക്കും പല രീതിയിലാണ്.
ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ്. ടൈമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും വന്നു എന്നെ കൂടെ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നല്ല നമ്മൾ ചെറിയൊരു സന്തോഷം. നമ്മുടെ ആശാന്റെ കുറെ പരിപാടികൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും കേട്ടണം തരണം. എങ്ങനെ എത്താൻ നോക്കാം. ഇവിടുന്ന് ഫോറിന് അടുത്ത് ഞാൻ സമയം പിടിക്കാന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി. ബാരിയിലാണ്. കുറച്ച് വണ്ടികളെല്ലാം ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു. അതിൻ്റെ എല്ലാവരും ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. 45 മിനിറ്റ്സ് ഗ്യാപ്പ് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അടുത്ത പോകുന്നു. ഇപ്പോൾ എത്തി. ബാക്കി എല്ലാവരും ഇവിടെ ഒന്ന് ചായയൊക്കെ കുടിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാർജ് ചെയ്യാൻ വേണമെങ്കിൽ ട്രാഫിക്കില്ലാത്ത സ്ഥലം വന്ന് കഴിയുമ്പോൾ അതൊരു 2 രൂപ.
ഇവിടെ HTVക്ക് വേണ്ടി പുതിയ റോഡാണ് പിക്കിൽ. ഇത് കുളത്തിന് ഇപ്പുറത്ത് വേണം. ഒന്നും പറയാനില്ല. അല്ല, കിടിലം വ്യൂ ആണെന്ന് പറഞ്ഞാ. അതെ, നമ്മുടെ നാട് പോലെ. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ബല ആണോ ബാലയാണോ എന്ന് എനിക്കറിയില്ല. BALA. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയൊക്കെ കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി കേടായി. നമ്മുടെ ബാക്കപ്പ് ട്രെയിലറിലോ അത് ലോഡ് ചെയ്തിരിക്കുകയാണ്. സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഷോട്ട് എടുക്കാം. ഏതൊരു പാമ്പ് പിടിച്ച മനുഷ്യന് ഇനിയിപ്പം എല്ലാവരും അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പം മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. നല്ല കാർമേഘവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ പെയ്തിട്ടില്ല അധികം സഹായിച്ചു. ഇതുവരെ റൈഡൊക്കെ അടിപൊളിയായിരുന്നു. ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിതാണ് പറഞ്ഞ ട്രെയിലർ. വണ്ടി ബാക്കപ്പായിട്ട് വന്നതാണ്. അപ്പം വണ്ടിക്ക് ചെറിയൊരു മാക്സിമം ഫിക്സ് ചെയ്യാൻ നോക്കും. ചെയിൻ പൊട്ടിപ്പോയി. അപ്പം അത് ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു വണ്ടിയും ബാക്കപ്പിനുണ്ട്. അതിനകത്താണ് നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും ഇതിനുള്ള കാര്യങ്ങൾ. റോബിൻ ചേട്ടൻ്റെ വണ്ടിയാണ് ഇത്. റോബിൻ ചേട്ടൻ്റെ വണ്ടിയാണ്. അതുപോലെ ഇത് അനൂപ്രോയുടെ വണ്ടിയാണ്. അപ്പം രണ്ടുപേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. കാട്ടിപ്പോയാലും കണ്ടുപിടിക്കുന്നത് റെയിൻകോട്ടാണ്. റോബിൻ ചേട്ടാ ഒന്നിങ്ങോട്ട് നോക്കിയേ, എന്താ ഇത്? ലീഡിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. വെറൈറ്റി വേണോ? അത്ര വെറൈറ്റി
നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തി. നമ്മൾ നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ ഓരോ ബാച്ചായിട്ട് അടുത്ത ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ കേട്ടോ. പച്ചക്കിളി എത്തിയിട്ടുണ്ട്. ഇവിടെ തൊള്ളന്മാരെല്ലാം നല്ല പ്രാക്കായിരിക്കും. കാരണം നമ്മളിന്ന് ഇവിടാണ് സ്റ്റേ ചെയ്യുന്നത്. മഴയായിരുന്നുകൊണ്ട് തന്നെ എല്ലാം നനഞ്ഞു കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നാക്സ് റെഡി ആയിരിക്കണം. അപ്പൊ കഥ സുജിത് ബ്രോ സ്കിൽഡ് ലേബർ ഓഫ് ഇന്ത്യ. പഴംപൊരി ലൈവായിട്ട് പഴംപൊരി ഉണ്ടാക്കിയിരിക്കുകയാണ്. സന്തോഷേട്ടനുള്ള നന്ദി. മുന്നിൽ പോയി സന്തോഷേട്ടന്റെ ഫേസ് കാണിക്കും. പൈസ കാണിക്കാൻ വേണ്ട, ഞാൻ ഉണ്ടാക്കാട്ടോ. സെറ്റ്. ഇതാണ് നമ്മുടെ ക്ലബിന് സഞ്ചരിക്കുന്ന സോറി ഈ ബ്രോയുടെ വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആയി പോയത്. ബ്രേക്ക് ഡൗൺ ഞാൻ മനപ്പുറം പൊട്ടിച്ചതല്ല. എനിക്ക് ജീവിതം എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചോളാം. എല്ലാരും ചോദിക്കാം മനപ്പുറം പൊട്ടിച്ചിട്ടാണോ നീ കാറി കയറി വന്നത്? പക്ഷെ അങ്ങനെ ആരും ചോദിക്കരുത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കത്തില്ല, നീ ചോദിക്കണം. ഇത് RD 350 എത്തിരിക്കുകയാണ്. എന്തൊരു സമാധാനം. ഉഴുന്നുവട ലൈവായിട്ട് പെടയ്ക്കുന്ന ഉഴുന്നോടെയാണ്. എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു ഉഴുന്നോടെ നടക്ക് മനസ്സിലായില്ല അങ്ങനെ. ഇതുപോലെ പണ്ട് ഞാൻ സ്കിൽ ഇതാണ് സ്കിൽ വൺ സ്കിൽ ഉണ്ടാക്കി തുടങ്ങിയുള്ളത് വന്ന് കയറി വന്ന കംപ്ലൈന്റ് ആണ്. പുള്ളി ഇട്ടോണ്ടിരിക്കുന്നത് കാണുന്നതല്ലേ. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. വിഷമുള്ളവരെല്ലാം കഥ പറഞ്ഞാ ഓ യൂട്യൂബിൽ എന്തോ ഉണ്ട്. അത് എല്ലാവരും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കുക്കിനൊക്കെ അണ്ണ ഇയാൾക്ക്. അപ്പൊ ലാസ്റ്റ് കുക്കിനൊക്കെ അണ്ണെന്ന് പറഞ്ഞപ്പോ മാനേജർ പറഞ്ഞു ഞാൻ കാണിച്ചിരാന്ന് പറഞ്ഞു. ഉള്ളിൽ വരാൻ പറഞ്ഞു. നീ തന്നെ കാണിച്ചിരാന്ന് പറഞ്ഞു കേട്ടോ. കുക്കിനെ കാണിച്ചു കൊടുത്തു. കുക്കിനെ കാണിച്ചു കൊടുത്തപ്പോ കുക്കിന് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരലില്ല. എന്തോ വിഷയത്തിൽ അഴിഞ്ഞു പോയിട്ട് ചേട്ടാ കഴിഞ്ഞില്ല. ആയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് റെഡി ആയിട്ടില്ല. പച്ചയാണ് കംപ്ലീറ്റ്. നൈസായിട്ട് വണ്ടിക്ക് ഇവൻ മലപ്പുറം ചെയ്യാൻ പൊട്ടിച്ചാന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒരു ഡയലോഗ് വേറൊരു ഡയലോഗ് ഒന്ന് നോക്കട്ടെ. നീ എന്താ ബീരിക്കൽ റെയിൻകോട്ട് ഇട്ട് പോവും. നാളെ രാവിലെ ഇതേ സാധനം ഇട്ടോണ്ടാണ് ഇറങ്ങേണ്ടത്. അതുപോലെ ഓർത്തോണം. കൈ നോക്കിയോ. അനീഷിന് ആലോചനൊക്കെ വരുന്നുണ്ട് കേട്ടോ. റൂമുണ്ടല്ലോ അല്ലേ. ചൂടുവെള്ളത്തിലും പോയി കിടക്കട്ടോ വിറച്ച് ആള് തീർന്നു പോണതിന് മുമ്പ് ഞാൻ പോട്ടെ. നമ്മുടെ റൂമിന്റെ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നില്ല. ഇരിക്കട്ടെ, നാളെ എടുക്കാം. Daylight come and we wanna go home. Day, miss a 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 day. Oh. Daylight come and we wanna go home.
Work all night on a drink of rum. Daylight come and we wanna go home. Work all night on a drink of rum. Daylight come and we wanna go home. Day, miss a day, oh. Daylight come and we wanna go home. Day, miss a day, oh. Daylight come and we wanna go home. Come, Mr. Tallyman, tally me banana. Daylight come and we wanna go home. Come, Mr. Tallyman, tally me banana. Daylight come and we wanna go home. Day, miss a day, oh. Daylight come and we wanna go home. നമ്മൾ ഡിന്നർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ് ചേട്ടന്റെ നേതൃത്വത്തിൽ പൊളി പൊളി. നേരമൊക്കെ വെളുത്തു. നല്ല അടിപൊളി നൈറ്റായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാം നമുക്ക് വീഡിയോയ്ക്ക് അത് ഇടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഇടുന്നില്ല. പക്ഷേ ലോട്ട് ഓഫ് ഫൺസ്, നല്ല രസമായിരുന്നു. ബാക്കി കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ കാഴ്ചകളും ഡ്രോണൊക്കെ പൊങ്ങി, പല പല ഡ്രോണുകൾ പൊങ്ങി കളിക്കുന്നു. നോക്കാം, മഴയാണ് എന്നാലും നാലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ. അപ്പം നമുക്ക് ഇന്നത്തെ ഡേ തുടങ്ങാം. ആശാൻ റോബിൻ്റെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഗ് ബുർജിയാണ് കേട്ടെ. സന്തോഷേട്ടന് വാരി വാരി ഇടുകയാണ് ഇപ്പം. തുണി ആയല്ലോ. പറയാനുള്ളത് പൊളി അത്രേ ഉള്ളൂ, വേറെ വാക്കൊന്നും പറയില്ല. കംഫർട്ടൊക്കെ ഉണ്ട്, കംഫർട്ടൊക്കെ ഉണ്ട്, സീറ്റും കാര്യങ്ങളെല്ലാം പൊളിയല്ലേ? ടോട്ടലി ഡിഫറെന്റ് അല്ലേ വണ്ടിയായിട്ട്? താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓടിച്ചോട്ട് പറയാം. പോക്കറ്റ് കീ കിടപ്പുണ്ട്, പക്ഷെ അണുന്നുണ്ടോ? സെക്യൂരിറ്റി ആണ്, ഫുള്ള് സെക്യൂരിറ്റി സംഭവങ്ങളാണ്. എന്തൊരു ഇൻഡിക്കേറ്റർ കേട്ടോ. മറ്റേ
രക്ഷയില്ല എൻ്റെ പൊന്നളിയാ. ടയർ കൊണ്ട് നോക്കിയേ എന്ത് സൈസ്. സീൻ പഴയത്തിൽ നനഞ്ഞു കുതിർന്നതിന് വളരെ നല്ല ഒരു റൈഡിങ് എക്സ്പീരിയൻസ് സമ്മാനിച്ച ഈ അവസരത്തിനായിട്ട് എന്താണ് പറയുക, വളരെയധികം നന്ദി എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പ്രവീൺ ടീം വർക്ക് കേട്ടോ, അങ്ങനെ പറയേണ്ട കാര്യം. ഭംഗിയായിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത് നന്നായിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് സ്പോൺസേഴ്സിനെ കണ്ടെത്തി എല്ലാം ഇതുവരെ കൊണ്ടെത്തിച്ച പ്രവീണിനെ CMMCയുടെ വകയായിട്ട് റോബിൻ ചേട്ടന് ജോ ബ്രോ അതുപോലെ തന്നെ വിനോദ് ചേട്ടനാണ് സ്പോൺസറിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന് പിന്നിൽ എല്ലാവർക്കും ഉള്ള എല്ലാവരും ജോബ് എല്ലാവരും നമ്മൾ ടീം വർക്ക്. നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സിംഗിൾ റൈഡ് അല്ലല്ലോ, ടീം വർക്ക് അല്ലേ. ഒരുക്കി തന്ന സന്തോഷേട്ടൻ അനവധി അവസരങ്ങൾ ഇനിയും വരട്ടെ എന്ന് നിയമിച്ചേക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ ശ്രീ അനീഷ് പോയി നേരത്തെ എന്റെ ദൈവം ദൈവം എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. അത് സമ്മതിച്ചു നിർബന്ധമാണ് ട്രെയിലർ വേണമെന്നുള്ളത്. ആഗ്രഹം നടക്കുകയും ചെയ്തു. വെറുതെ പോയില്ല. കുറച്ച് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അടുത്ത വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ CMMCയുടെ ഫൗണ്ടർ മെമ്പറായ അനീഷ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി നേരത്തെ പോയി എങ്കിലും പുള്ളിയോടുള്ള അകൈവിധമായ നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ അപ്പോൾ ഇതിൽ സഹകരിച്ച എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി CMMCയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുന്നു. നമുക്ക് റെഡിയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും അപ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഈ ടീം നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഹൺസ്വിലുള്ള ഈ ടീം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ ഇവിടെയാണ് വന്നത്. നമ്മൾ കിങ് മൗണ്ട് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഈ ടീമിലാണ് നമ്മൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇതുണ്ടായിരുന്നത്. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പാണ്, ഞങ്ങളുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇനി ഇവർ റാംപ്ടണിലേക്ക് പോകണം. ഞങ്ങൾ 3 പേരും വേറെ സ്ഥലത്ത് താമസിക്കുന്നു. ഞങ്ങൾ 4 പേരും വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് തിരിഞ്ഞു പോവുകയാണ്. എല്ലാവരും ഗ്യാസൊക്കെ ഫില്ല് ചെയ്യുന്നു, വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നു. നല്ല മഴയായിരുന്നു, ഒരു രക്ഷയില്ല. ഈ റൈഡ് മൊത്തത്തിൽ ഒരു 75% അല്ല 80% മേളിൽ മഴ തന്നെ കൊണ്ടുപോയി. പക്ഷേ ഇറ്റ് വാസ് ഫൺ. അപ്പോൾ നമ്മൾ റൈഡ് അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ വീട് ഓൾമോസ്റ്റ് എത്താറായി. അപ്പോഴാണ് നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ ഫാം കണ്ടത്. എന്തായാലും ഒരു ദിവസത്തെ റൈഡ് സ്റ്റേ ഓവറൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി ഇന്നലെ നൈറ്റ് ലാൽജിയങ്കളെ എല്ലാവരും വന്ന് പാട്ടൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 75% to 80% നമ്മൾ മഴയായിരുന്നു മൊത്തത്തിൽ ഈ റൈഡിൻ്റെ. പക്ഷേ എന്നാലും എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മൾ വീടെത്താറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഈ വീഡിയോയിലല്ല പറയുന്നത്. ഇപ്പം ഈ റൈഡ് ഓർഗനൈസ് ചെയ്ത പ്രവീൺ ചേട്ടനെ
അതുപോലെ ഇതിനെ പിന്നെ പ്രവർത്തിച്ച റോബിൻ ചേട്ടന്, ജോ, എല്ലാവരും ആരും പേര് വിട്ടുവിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊടുക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് തുടങ്ങാം.